الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل وبلغ مثل الثواب ما قرأناه من القرآن العظيم منا إلى حضرة روح نبينا المصطفى محمد. اللهم صل إلى حضرة رواي خير كلهم يا رب العالمين. اللهم زد لهم شرفا على شرفهم وعزا على عزهم وكرامة على كرامتهم يا رب العالمين. اللهم بحقهم وبجائهم بارك لنا في مجلسنا هذا بركة تامة يا رب العالمين. اللهم يسر عسيرنا اللهم فرج كروبنا اللهم اشف أمراضنا وأمراض آبائنا وأمراض أمهاتنا وأمراض أساتذتنا وأمراض أزواجنا وأمراض أولادنا وأمراض من أطعمنا وأمراض من نسقانا يا شافي الأمراض. اللهم قض حاجاتنا وحاجاتهم يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا من سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له
ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر وصل لربك وانهر إن شانئك هو الأبتر. وقد قال النبي صلى الله عليه وسلم ما من أيام أفضل عند الله من أيام عشر ذي الحجة. وقال رجل يا رسول الله هن أفضل أم عدتهن جهادا في سبيل الله؟ قال هن أفضل من عدتهن جهادا في سبيل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടുതൽ സ്വാലിഹായ അമലുകൾ സ്വീകരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. പരിശുദ്ധമായ ഈ ദിവസം അള്ളാഹു തആല നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നുള്ള അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയ്യനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള പരിശുദ്ധമായതാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ വിഷയം സമയമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മൾ നാളെ അറഫ ദിനമാണ്, മറ്റന്ന പെരുന്നാളാണ്. ഇതുമായി ബന്ധപ്പെട്ട അല്പം കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ലോക മുസ്ലിമീങ്ങളൊക്കെ പരിശുദ്ധമായ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ പുണ്യമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്നെല്ലാവരും മിനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്കവിടുത്തെ ചേരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരേ വേഷത്തിൽ, ഒരേ സ്വഭാവത്തിൽ, ഒരേ ശബ്ദമുയർത്തിക്കൊണ്ട് അള്ളാഹ് എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ മാത്രമായിക്കൊണ്ട് ഹാജിമാർ സുബ്ഹാനല്ലാഹ് അവരൊക്കെ ഇന്ന് പരിശുദ്ധമായ മിനയിലേക്ക് പോകുന്നു. ഇന്ന് രാത്രിയോടുകൂടെ അവരൊക്കെ അറഫയിലേക്ക് പോവുകയാണ്. മിനയിലുള്ള യാത്രയും അറഫയിലുള്ള താമസമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ജീവിതത്തിലെ വലിയൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരാനന്ദമാണ്, വല്ലാത്തൊരു ആഹ്ലാദമാണ്. അതോടൊപ്പം മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ് ഹാജിമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങൾ. ഹജ്ജിന് പോയവർക്കറിയാം, നാളത്തെ ദിവസം അറഫ ദിവസം. അറഫ ദിനത്തിൽ ഹാജിമാർ നേരം വെളുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഉച്ചയാകുന്നതോടുകൂടെ നട്ടുച്ച നേരത്ത് ശക്തമായ സൂര്യൻ്റെ ചൂടേറ്റുകൊണ്ട് പരിശുദ്ധമായ അറഫയിൽ ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി പൊട്ടിക്കരയുന്ന സമയമാണ്. അള്ളാഹു നമുക്കവിടത്തെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാജിമാരൊക്കെ വെയിൽ കൊണ്ട് വേർത്തൊലിച്ച് വളരെ വേദനിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന രംഗമാണ് അറഫയിൽ നമുക്ക് കാണാറുള്ളത്. അൽ ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. അറഫയാണ് ഹജ്ജിൻ്റെ പ്രധാന ഘടകം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ജംറയിലെറിയൽ വേണമെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നീട് ചെയ്യാം. പക്ഷേ അറഫ മാത്രം മാറ്റിവെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ മക്കയിലുണ്ടായ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇന്ന് സൗദിയൻ ഗവൺമെൻറ് ഓർമ്മയുള്ള ആളുകളൊക്കെ അറഫയിലേക്ക് എത്തിക്കുകയാണ്. ഓർമ്മ ഉണ്ടായാൽ മതി, അറഫയിൽ അത്രേ ആവശ്യമുള്ളൂ. ഒരാൾക്ക് വേറൊന്നും വേണ്ട, ഞാൻ അറഫയിൽ നിൽക്കുന്നുള്ള ഓർമ്മ ഉണ്ടായാൽ മതി. അത്തരത്തിലുള്ള എത്ര സീരിയസ് ആയ രോഗികളാണെങ്കിലും അവരൊക്കെ അറഫയിൽ കൊണ്ടുവന്ന് നിർത്തും. ഒട്ടുമിക്ക ആളുകളൊക്കെ ആംബുലൻസിൽ കൊണ്ടുവന്ന് അറഫ മൈതാനിലൊന്ന് നിർത്തി അവരെ തിരിച്ചു പോകും.
കുറച്ചുകൂടി പ്രയാസമുള്ളവരാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നു, അവിടെ നിർത്തുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. ഏത് ഹാജിയും പങ്കെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ അറഫ. ലക്ഷക്കണക്കിന് ഹാജിമാർ, വിവിധ ദേശക്കാർ, വിവിധ ഭാഷക്കാർ, എല്ലാവരും ഒരേ ശബ്ദത്തിൽ പൊട്ടിക്കരയുന്ന രംഗം. ഓരോ ഹാജിമാരൊക്കെ കണ്ണിലൂടെ വെള്ളമൊഴുക്കി വാവിട്ട് കരയുന്ന ഹൃദയഭേദകമായ രംഗമാണ് ഹജ്ജിന് പോയാൽ അറഫ ദിനത്തിൽ നമ്മൾ കാണാറുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾക്കിനിയും അവിടങ്ങളിൽ ചെല്ലാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. പുണ്യ അറഫയിലേക്ക്, പുണ്യ മദീനയിലേക്ക്, പുണ്യ മക്കയിലേക്ക്, പുണ്യ മിനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. മനസ്സുരുകി ആമീൻ പറയൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അറഫയിൽ നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ. അറഫക്ക് അങ്ങനെ പേര് കിട്ടാൻ പല കാരണവും പറയുന്നുണ്ട്, ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് പണ്ഡിതന്മാർ. അതിലൊരു കാരണം പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വല്യപ്പയും വല്യമ്മയുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവ്വാ ബിവിയും അള്ളാഹു വരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഇരുകൂട്ടരും പരസ്പരം കണ്ടുമുട്ടിയത്, അറിഞ്ഞത് അറഫയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പരസ്പരം അറിയുക എന്നുള്ള പേര് അറിഞ്ഞു എന്നുള്ള പേരായ അറഫ എന്ന സ്ഥലത്തിന് പേര് കിട്ടിയത്. ഈ അറഫ നിലകൊള്ളുന്ന സ്ഥലത്താ വെച്ചുകൊണ്ടാണ് ആദം നബിയെയും അവ്വാ ബിവിയെയും അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം വർഷങ്ങളോളം അവർ കണ്ടിട്ടില്ല. ആദം നബി അവ്വാ ബിവിയെ കണ്ടിട്ടില്ല, അവ്വാ ബിവി ആദം നബിയെ കണ്ടിട്ടില്ല. അവർ കാണാതെ പരസ്പരം അറിയാതെ അറിഞ്ഞു നടക്കുകയായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിലാണെന്ന് ഇറങ്ങിയെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഹവ്വാ ബിവി ഇറങ്ങിയത് സൗദിയിലെ ജിദ്ദയിലാണ്. അതുകൊണ്ടാണ് ജിദ്ദക്ക പേര് കിട്ടിയത് ജദ്ദത്ത്. ശരിക്കതാണ് ജദ്ദത്ത്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ വല്യമ്മ, ഉമ്മാമ, ഉമ്മൂമ എന്നൊക്കെ പറയാം. വല്യമ്മ എന്നാണ് ജദ്ദ. അത് ലോപിച്ച് പിന്നെ ജിദ്ദയായതാണ്. നമ്മുടെ വല്യമ്മ വന്ന് ഇറങ്ങിയ സ്ഥലം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അവ്വാ റളിയല്ലാഹു അൻഹ വന്ന് ഇറങ്ങിയ സ്ഥലം എന്നത് നിലക്കാണ് ആ പേരിന് ജിദ്ദ എന്ന പേര് കിട്ടിയത്. പിന്നീട് അവ്വാ റളിയല്ലാഹുവിനോട് നടക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അന്വേഷിച്ച് നടക്കുന്നു. ആദം നബി ഇന്ത്യയിലാണെന്ന് ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ത്യ, എൻ്റെ നാട് എന്ന് പറഞ്ഞു. അത് ഇന്ത്യ, അത് ലോപിച്ച് പിന്നെ ഇന്ത്യ ആയതാണ്. ഇന്ത്യ എന്നുള്ളതും ശരിക്കും അറബി എന്ന് ലോപിച്ചു എന്നതാണ്. കേരളയും തന്നെ ഖൈറുള്ള എന്നുള്ള അറബി വാക്ക് ലോപിച്ചാണ് കേരളം ഉണ്ടാകുന്നത്. എന്നതുപോലെ ഇന്ത്യ ഉണ്ടായതും ജിദ്ദ ഉണ്ടായതും. അതേപോലെ അറഫ എന്ന് പറയുന്ന സ്ഥലത്തിന് പേര് കിട്ടിയത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടുമുട്ടിയത്, പരസ്പരം തിരിച്ചറിഞ്ഞത് അറഫയിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അറഫ എന്ന് പേര് കിട്ടിയെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഏതായാലും അറഫ അത് വളരെ പ്രധാനം നിറഞ്ഞൊരു സ്ഥലമാണ്. അറഫ ദിവസത്തിൽ ഹാജിമാർ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ ഹജ്ജിന് പോകാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യേണ്ടത് ഈ ദിവസത്തിൽ നോമ്പ് നോക്കലാണ്. ദുൽഹിജ്ജ 10 ദിവസവും പുണ്യമാണ്. ഇന്നൊക്കെ നോമ്പ് നോക്കൽ വളരെ പുണ്യമുള്ള ദിവസമാണ്. ഇനി ഇന്ന് നോക്കാത്ത ആളുകൾ നാളെ എന്തായാലും നോക്കുക. നാളത്തെ നോമ്പ് സുന്നത്തും മുഅക്കദ എന്നാണ്. വളരെ പ്രബലമായ, വളരെ കൂലിയുള്ള, വളരെ പ്രതിഫലാർഹമായ ഒരു നോമ്പാണ് നാളത്തെ നോമ്പ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ എല്ലാവരും നോമ്പ് നോക്കുക. വലിയ പുണ്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം. ഹാജിമാരൊക്കെ ഉച്ചനേരത്ത് അവിടെ കിടന്ന് കരയുമ്പോൾ നമ്മളും നോമ്പ് നോറ്റ് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഒന്ന് പ്രാർത്ഥിക്കേണ്ടതല്ല, അടുത്ത വർഷമെങ്കിലും എനിക്ക് ഹജ്ജിന് പോകാൻ, അതല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആ പുണ്യഭൂമിയിലേക്ക് എത്താൻ എനിക്ക് നീ ഭാഗ്യം നൽകണമെന്ന് മനസ്സൊരുക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തത്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ അത് പുറത്തു കിട്ടാൻ അള്ളാഹിനോട് ദുആ ചെയ്യണം. നാളത്തെ ദിവസമൊക്കെ ഹദീസ് രേഖപ്പെടുത്തുന്നത് മാമിൻ യൗമിൻ അഫ്ളല ഇൻദല്ലാഹി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിനേക്കാൾ പുണ്യമായ ദിവസം അള്ളാഹ്ക്കില്ലെന്ന. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. യൻസിലുല്ലാഹു തആല ഇലസ്സമാഇദ് ദുനിയാ. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ് സമാ. മലക്കുകളെ വിളിച്ചിട്ട് മലക്കുകളോട് പറയുമത്രേ, കണ്ടോ, ഭൂമിയിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ, എന്തൊരാനന്ദമാണ്,
എന്തൊരു ആഹ്ലാദമാണ്. ഉൻദുറൂ ഇലാ ഇബാദീ, എൻ്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അള്ളാഹു വലിയ താല്പര്യത്തോടുകൂടെ, ആനന്ദത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ മലക്കുകളെ വിളിച്ചു പറയുന്നു, മലക്കുകളെ ഒന്ന് ഭൂമിയിലേക്ക് നോക്കൂ മലായിക്ക, എൻ്റെ അടിമകളതാ ശുഹ്സൻ ഗുബറാ അല്ലാഹീന ജാഊ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. എത്ര ദൂരെ നിന്നാണ്, എത്ര വഴികൾ സഞ്ചരിച്ചുകൊണ്ടാണ്, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് എൻ്റെ അടിമകൾ ഇന്ന് അറഫയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ ശരീരത്തിലേക്ക് നോക്കും നിങ്ങൾ, അവരെന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പൊടിപുരണ്ടവരായി എത്ര താല്പര്യത്തോടുകൂടെയാണ് അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വലം യറൗ റഹ്മതീ വലാ അദാബീ, അവരെൻ്റെ റഹ്മത്ത് കണ്ടിട്ടില്ല, എൻ്റെ ശിക്ഷയും അവരെ കണ്ടിട്ടല്ല വന്നത്. മറിച്ച് അവർ ഈ മാസത്തിനോടുള്ള, ഈ ദിവസത്തിനോടുള്ള മഹത്വം മനസ്സിലാക്കി വന്നവരല്ലേ. എന്നിട്ട് അള്ളാഹു പറയുമത്രേ, ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആയിരക്കണക്കിന് ആളുകളെ നരകത്തിന് മോചിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ദിവസം, അള്ളാഹു വലിയ അഭിമാനത്തോടുകൂടെ, അള്ളാഹു വലിയ താല്പര്യത്തോടുകൂടെ മലക്കളെ വിളിച്ചുകൊണ്ട് അഭിമാനം കൊള്ളുന്നൊരു ദിവസമാണ് അൽഹംദുലില്ലാഹ് നാളത്തെ ദിവസം. അള്ളാഹു നമുക്കും അള്ളാഹു അഭിമാനം കൊള്ളുന്ന വിഭാഗത്തിൽപ്പെടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നാളത്തെ നോമ്പിൻ്റെ മഹത്വം, അറഫ ദിവസത്തിൻ്റെ നോമ്പിൻ്റെ മഹത്വം പറയും. നോക്കൂ നിങ്ങൾ, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പ് അത് യുകഫിറു സനത്തൽ മാളിയ വസ്സനത്തല്ലതീ ബഅദഹ, കഴിഞ്ഞുപോയൊരു വർഷത്തെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. നാളെ ഒരു നോമ്പ് നോക്കുന്നത് വഴി ഈ കഴിഞ്ഞ ഈ വർഷത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നു. മാത്രമല്ല അടുത്തൊരു വർഷത്തെ നോമ്പിൻ്റെ, അടുത്തൊരു വർഷത്തെ പാപത്തിൻ്റെയും ആ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. നാളത്തെ ഒരൊറ്റ നോമ്പ് വഴി കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു, വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു. 2 വർഷത്തെ പാപങ്ങളാണ് പുറത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ ഈ അറഫക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത? മുഹറം 10 ഒരാൾ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കുന്ന പറഞ്ഞത്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം. എന്നാൽ അറഫയിൽ നോമ്പ് നോറ്റാലോ കഴിഞ്ഞ ഒരു വർഷത്തതും പൊറുക്കും, വരാൻ പോകുന്ന ഒരു വർഷത്തെയും പൊറുക്കും. 2 വർഷത്തെ പാപം പൊറുക്കും. എന്താണ് വ്യത്യാസം? പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഹൽ ഹിക്മതു ഫീ കൗനി സൗമി യൗമി അറഫ ബിസനതൈൻ വആശൂറാ ബിസന. മുഹറം 10 നോമ്പ് നോറ്റാൽ ഒരു വർഷത്തെയും, അറഫ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ 2 വർഷത്തെയും, ഇങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം, അതിലുള്ള തത്വം എന്താ? അന്ന അറഫ, നിശ്ചയമായിട്ടും അറഫയുടെ നോമ്പ് അത് മുഖ്തസും ബി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്തുനബിയുടെ മാത്രം പ്രത്യേകതയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അറഫയിലെ നോമ്പ്. ആശൂറ, ആശൂറ നോമ്പോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായം മാത്രമല്ല, മൂസാ നബിയുടെ സമുദായം മുഹറം 10 നോമ്പ് നോറ്റിരുന്നു. വനബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അംബിയാ അജ്മഈൻ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള, ഏറ്റവും മഹത്വമുള്ള ആളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സമുദായത്തിന് മാത്രം പ്രത്യേകമുള്ളൊരു ദിവസമാണ് അറഫ എന്ന നിലക്ക് അറഫയിൽ നോമ്പ് നോക്കുന്നത് വഴി 2 വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്നു. മുഹറം 10 നോറ്റാൽ 1 വർഷത്തെ മാത്രമാണ്.
അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര കൂലിയാ നോക്ക് നിങ്ങൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു, ശൈത്വാൻ നമ്മെ പല നിലക്കും വഴിതെറ്റിക്കുമെന്ന്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സ്വാഭാവികമായി സംഭവിച്ചു പോകുമെന്ന്. ഈ സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ നമ്മൾ അമ്പിയാക്കളെപ്പോലല്ലോ ഔലിയാക്കളെപ്പോലല്ലോ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നു. മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്നു. ഈ സംഭവിച്ചു പോയ തെറ്റുകൾ പുറത്തു കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണ് നാളത്തെ നോമ്പ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് അറഫ എന്ന് പേര് കിട്ടിയെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞൊക്കെ പുറത്തു കിട്ടാൻ, വരുന്ന പാവങ്ങളെ പുറത്തു കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നാളെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നാളെ എല്ലാവരും നോമ്പ് നോക്കുക. നോമ്പ് നോക്കുമ്പോൾ അറഫാ ദിവസത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി നോറ്റുവിട്ടുന്നു എന്ന് കരുതിയാൽ മതി. അറഫാ ദിവസത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടെന്ന് കരുതി നാളത്തെ നോമ്പ് നോക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മറ്റന്നാളത്തെ പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിന് നൽകിയ വലിയ ഒരു പ്രത്യേകതയാണ് പെരുന്നാൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറഫ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് മാത്രമുള്ളതാണെന്ന് പറഞ്ഞതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരവും അത് മുൻകാല സമുദായക്കാർക്കുണ്ടായിരുന്നില്ല. അൽ ഈദാനി വൽ ഇസ്തിസ്നാഉ വൽ ഖുസൂഫു വൽ ഖുസൂഫു മിൻ ഖസായിസി ആദിഹിൽ ഉമ്മ. പെരുന്നാൾ നിസ്കാരം, മഴയത്തേറ് നിസ്കാരം, ഈ നിസ്കാരങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സമുദായത്തിന് മാത്രമുണ്ടായതാണ്. പൂർവ്വകാല സമുദായത്തിന് ഇല്ലാത്ത, മറ്റുള്ളൊരു പ്രവാചകന്മാരുടെ സമുദായത്തിനുമില്ലാത്ത ഈ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് പരിശുദ്ധമായ പെരുന്നാൾ നിസ്കാരം. അള്ളാഹു നമുക്കത് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ഒരു പക്ഷേ നിർവഹിക്കുന്നവരായിരിക്കാം, ഇല്ലാത്തവരൊക്കെ ഈ പെരുന്നാളോടുകൂടെ എല്ലാവരും പെരുന്നാൾ നിസ്കരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവണം. സ്ത്രീകൾ വീടുകളിൽ നിസ്കരിച്ചാൽ മതി, സ്ത്രീകൾ പള്ളിയിലേക്ക് വരണ്ട, അവർ വീടുകൾ വെച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുക. വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് തന്നെ രണ്ട് പെരുന്നാൾ നിസ്കാര കൂട്ടത്തിൽ വലിയ പെരുന്നാൾ നിസ്കാരം, അന്ന സ്വലാത്തുൽ അദ്ഹാ അഫ്ളു മിൻ സ്വലാത്തുൽ ഫിത്ർ. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ കൂലിയുള്ളത് വലിയ പെരുന്നാൾ നിസ്കാരത്തിനാണ്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആൻ നേരിട്ട് പറഞ്ഞ നിസ്കാരമാണ് വസ്വല്ലി ലിറബ്ബിക വൻഹർ. അല്ലേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയേ, ഇന്നാ അഅ്തൈനാക, നിശ്ചയമായിട്ടും അങ്ങക്ക് നാം നൽകിയിരിക്കുന്ന നബിയെ, അൽ കൗസർ ധാരാളം നൽകിയിരിക്കുന്ന നബിയെ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് വസ്വല്ലി ലിറബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് പെരുന്നാൾ നിസ്കരിക്കണം നബിയെ. വൻഹർ, അങ്ങ് ഉദ്ഹിയ്യത്ത് അറുക്കുകയും ചെയ്യണം നബിയെ. അപ്പോൾ ഉദ്ഹിയ്യത്ത് അറുക്കാനും പെരുന്നാൾ നിസ്കരിക്കാനും അള്ളാഹു നേരിട്ട് ഖുർആനിലൂടെ കൽപ്പിച്ചത് കൊണ്ട് ചെറിയ പെരുന്നാളിനേക്കാൾ പവിത്രതയുള്ളത്, പ്രതിഫലമുള്ളത് വലിയ പെരുന്നാൾ നിസ്കാരത്തിനാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ മറ്റന്നാൾ പെരുന്നാളാണ്. ആ പെരുന്നാളിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെരുന്നാളിൻ്റെ രാവ് അഥവാ നാളത്തെ രാത്രി. നാളെ നമ്മൾ പകൽ നോമ്പ് നോക്കുന്നു, മഗ്‌രിബ് നോമ്പ് മുറിക്കുന്നു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. പെരുന്നാളിൻ്റെ രാവുകൾ, ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാവ്, ലൈലത്തുൽ ബറാഅത്ത് രാവ്, ഇതൊക്കെ വളരെ പ്രതിഫലമുള്ള രാവുകളാണ്. ഏതൊക്കെ? ഒന്ന് വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാത്രി, വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി അഥവാ വെള്ളിയാഴ്ച രാവ് വലിയ മഹത്വമുള്ള രാവാണ്. രണ്ട്, ലൈലത്തുൽ ഈദൈൻ, രണ്ട് പെരുന്നാളിൻ്റെ രാവുകൾ, ചെറുപെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെ രാവുകൾ. മറ്റൊന്ന് ബറാഅത്ത് രാവ്. ഈ രാവുകളൊക്കെ വലിയ പ്രതിഫലമുള്ള രാവുകളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മൻ അഹിയാ ലൈലത്തുൽ ഈദ് ലം യമത് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബ്. പെരുന്നാളിൻ്റെ രാവുകളെ ഒരാൾ ഹയാത്താക്കി കഴിഞ്ഞാൽ,
ഹൃദയങ്ങൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അവൻ്റെ ഹൃദയം മരിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞാൽ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുമെന്നാണ്. പെരുന്നാളിൻ്റെ രാത്രി ഹയാത്താക്കി കഴിഞ്ഞാൽ, ഹയാത്താക്കെന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കണമെന്നില്ല, അതൊന്നുമില്ല. നാളത്തെ രാത്രി മുഴുവനായിട്ട് ഉറക്കൊഴിക്കണമെന്നല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുക. നോമ്പ് തുറന്നതിന് ശേഷം ഇബാദത്തിൽ കഴിഞ്ഞുകൂടുക. ഇശാസ്കാരം കഴിഞ്ഞ് കിടന്നാൽ നേരത്തെ എണീക്കുക, എണീറ്റിട്ട് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുക. ധാരാളം നിസ്കാരങ്ങൾ നിർവഹിക്കുക, ധാരാളം ദിക്റുകൾ ചൊല്ലുക, വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, അള്ളാഹുവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഇതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുമെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇതാണ് നാളത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നാളെ പകൽ നോമ്പ് നോക്കുന്നു, രാത്രി ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നു. പിന്നീട് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നാളത്തോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നാളെ അറഫാ ദിവസത്തിലെ സുബഹി മുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് തക്ബീർ ചൊല്ലുക. നാളെ മുതൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സുബഹി നിസ്കാരത്തിന് ശേഷം എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും വയകബ്ബിറു ഫീ ഈദിൽ അദ്ഹാ ഖൽഫ സലാത്തിൽ ഫറാഇദി വന്നവാഫിലി വലൗ ഫായിതതൻ വസലാത്തി ജനാസ من بعد صلاة الصبح يوم عرفة إلى بعد صلاة العصر من آخر أيام التشريق الثلاثة. നാളത്തെ സുബഹി മുതൽ ദുൽഹിജ്ജ 11, 12, 13 വരെ, 13ന്റെ അസർ വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എപ്പോൾ മുതൽ? നാളത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം. അത് ഫർദ് നിസ്കാരം വ്യത്യാസമല്ല. ഫർദ് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും ഏത് നിസ്കാരമാണെങ്കിലും നാളത്തെ സുബഹി മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ പ്രത്യേക സുന്നത്താണ്. അത് നമ്മൾ നിർവഹിക്കണം. എങ്ങനെ തക്ബീർ ചൊല്ലേണ്ടത്? ഏറ്റവും നല്ല രീതി എങ്ങനെയാണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ഇത് പ്രത്യേകം സുന്നത്താണ്. ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹു അക്ബർ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ഈ തക്ബീർ നാളെ സുബഹി മുതൽ ദുൽഹിജ്ജ 13ന്റെ അസർ വരെ ഇത് പതിവാക്കൽ സുന്നത്താണ്. എപ്പോഴൊക്കെയാണ് ചെല്ലേണ്ടത്? എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുക. നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, നാളൊക്കെ മൃഗങ്ങളെ കാണുമ്പോൾ, പോത്തിനെ കാണുമ്പോൾ, പശുവിനെ കാണുമ്പോൾ, മൃഗങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഈ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സുന്നത്താണ്. ആണുങ്ങളാണെങ്കിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഉറക്കനെ ചൊല്ലൽ സുന്നത്താണ്. പെണ്ണുങ്ങൾ ഉറക്കം ചൊല്ലിടക്കണ്ട, സ്ത്രീകൾ പതുക്കെ ചെല്ലിയാൽ മതി. സ്ത്രീകൾക്ക് ചൊല്ലൽ സുന്നത്താണ്, പക്ഷേ പതുക്കെ ചെല്ലിയാൽ മതി എന്ന് മാത്രം. വഴിയോരങ്ങളിലൂടെ നടക്കുന്ന വഴിയോരങ്ങളിലൂടെയൊക്കെ ഇത് ചൊല്ലൽ സുന്നത്താണ്. കുട്ടികളോടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ പറയണം, തക്ബീർ ചൊല്ലി നടക്കാൻ പറയണം. പെരുന്നാളിലേക്ക് പള്ളിക്ക് വരുമ്പോൾ മഹാനായ ഇബ്നു മർദാൻ പറയാൻ, എൻ്റെ ഉപ്പ കാന യഗ്ദു ഇലൽ ഈദ് മിനൽ മസ്ജിദി യർഫഉ സൗതഹു ബിതക്ബീർ ഹത്താ യഅതിയൽ മുസല്ല വയകബ്ബിറു ഹത്താ യഅതിയൽ ഇമാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ, പെരുന്നാളിനെന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളെല്ലാം കൂട്ടി ഉറക്കനെ തക്ബീർ ചൊല്ലി പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികളോടൊക്കെ ഇറങ്ങുമ്പോൾ പറയണം, ഉറക്കനെ തക്ബീർ ചൊല്ലിക്കൊണ്ടു പോകാൻ. പള്ളിയിലേക്ക് പോകുമ്പോഴും പള്ളിയിൽ എത്തിക്കഴിഞ്ഞാലും നേരത്തെ പള്ളിയിലേക്ക് വരാൻ പറയുക. പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് തക്ബീറുകൾ ഉറക്കനെ ചെല്ലാൻ പറയണം. പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഏറ്റവും പുണ്യം തന്നെയാണ്. റസൂൽ പറഞ്ഞില്ലേ, സയ്യിനു അഅയാദുകും ബിത്തക്ബീർ, സയ്യിനു അഅയാദുകും ബിത്തക്ബീർ. നിങ്ങളുടെ പെരുന്നാളിനെ നിങ്ങൾ അലങ്കരിക്കേണ്ടത്, പെരുന്നാളിനെ നിങ്ങൾ ആഘോഷിക്കേണ്ടത് ബിത്തക്ബീരി, തക്ബീറുകളെ കൊണ്ടാണ്. അല്ലാതെ കുറേ വലിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ല. നേരാക്കിനോട് സൗണ്ട് കുറച്ച്
പെരുന്നാൾ നിസ്കാരത്തെ നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് തക്ബീർ കൊണ്ടാണ്. ധാരാളം തക്ബീർ ചൊല്ലുക. അല്ലാതെ കുറേ മൈലാഞ്ചി ഇട്ടിട്ടും അല്ലാതെ കുറേ വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല. വസ്ത്രം ധരിക്കേണ്ട എന്നൊക്കെ സുന്നത്താണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഏറ്റവും വേണ്ടത്, ഏറ്റവും പുണ്യമുള്ളത് തക്ബീർ അധികരിപ്പിക്കുക. പെരുന്നാൾ ദിവസത്തിൽ ധാരാളം തക്ബീർ ചൊല്ലുക. ഏറ്റവും നല്ല തക്ബീർ ഞാൻ പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. അത് കഴിഞ്ഞാൽ ഇനി കഴിയുന്ന ആളുകൾ, അറിയുന്ന ആളുകൾ ഇതുകൂടി കൂട്ടിക്കൊടുക്കുക. എന്ത്? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വസീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഅദ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ദറിയുന്നവർ ഇത് കൂട്ടിക്കൊടുക്കുക. ഇത് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ് എന്നെങ്കിലും കൂട്ടിക്കൊടുക്കുക. ഇത് പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നാളെ സുബ്ഹി നിസ്കാരം മുതൽ തക്ബീറുകൾ അധികരിപ്പിക്കുക. തക്ബീർ സാധാരണ ചെല്ലുന്ന തക്ബീറിന് പുറമെ ഞാൻ ഈ പറഞ്ഞ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇത് കൂട്ടിക്കൊടുക്കൽ സുന്നത്താണ്. ഇത്രയും കാര്യങ്ങളാണ് നാളെ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മറ്റൊന്ന്, പെരുന്നാളിനെന്ന് പകൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതെന്താ? രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് സുബ്ഹി നിസ്കാരത്തിന് ശേഷം പെരുന്നാളിനെന്ന് പകല് വയഗ്തസിലു കുല്ലു അഹ്ദിൻ നദ്ബൻ ലഹാ, എല്ലാവരും പെരുന്നാളിന് വേണ്ടി സുന്നത്തായ കുളി കുളിക്കണം. അത് സുബ്ഹിൻ്റെ ശേഷം കുളിക്കലാണ് നല്ലത്. രാത്രി കുളിക്കാൻ കുഴപ്പമില്ല, വൈജൂസു ബിൽ ലൈൽ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ബഅദൽ ഫജർ, സുബ്ഹിന് ശേഷമാണ്. അത് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നവർ മാത്രമല്ല, എല്ലാവർക്കും അത് സുന്നത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്താണ്. പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി അത് അങ്ങനെ തന്നെ നിയ്യത്തും വെക്കണം. ഞാൻ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് കരുതണം. നിയ്യത്ത് വെക്കാതെ വെറുതെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അത് വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുമ്പോഴും തന്നെ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അല്ലെങ്കിൽ ജനാബത്തിനെ ഞാൻ ഉയർത്തുന്നു എന്ന് കരുതി കുളിക്കണം. അല്ലാതെ വെറുതെ ഒരാൾ ശരീരത്തിന് എല്ലാ ഭാഗം വെള്ളം ഒഴിച്ചുകൊണ്ട് കുളിയാകൂല, ചളി പോകുന്നല്ലാതെ കുളിയാകൂല. ഇസ്ലാമിക ദൃഷ്ട്യാ കുളിയാകണമെങ്കിൽ നിയ്യത്ത് ശരിയാക്കണം. അപ്പോൾ പെരുന്നാളിന് രാവിലെ എല്ലാവരും കുളിക്കൽ പ്രത്യേക സുന്നത്താണ്. നേരത്തെ കുളിക്കുക. കുളിച്ചതിന് ശേഷം വയതസയ്യനലഹു, പെരുന്നാളിന് വേണ്ടി എല്ലാവരും നല്ല വസ്ത്രം ധരിക്കണം, അലങ്കരിക്കണം. എങ്ങനെയാണ് അവർ അലങ്കരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അവർ അലങ്കരിക്കേണ്ടത്? ബിത്തീബ്, സുഗന്ധദ്രവ്യങ്ങൾ പൂശുക. നല്ല അത്തറുകളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അത്തറുണ്ടാവും. അത് ആ അത്തറൊക്കെ എല്ലാവരും തേക്കുക, സെൻ്റൊക്കെ തേക്കുക. നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ എല്ലാവരും വസ്ത്രത്തിൽ തേക്കുക. പ്രത്യേകിച്ച് പള്ളിയിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുടെ വസ്ത്രത്തിലൊക്കെ അത്തറുകൾ, നല്ല സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊടുക്കുക, തേച്ച് കൊടുക്കുക. അത് പ്രത്യേകം സുന്നത്താണ്. അത്ര കൊടുക്കലും സുന്നത്തായ കാര്യമാണ്. തേച്ച് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, അതൊക്കെ സുന്നത്താണ്. അതോടൊപ്പം തന്നെ പെരുന്നാളിൻ്റെ രാവിലെ നമ്മളെ ഈ ഒതുഹിയത്തറുക്കുന്ന ആളുകൾ ഒഴികെയുള്ളവർ, ഒതുഹിയത്തറുക്കുന്നവർ ചെയ്യാൻ പാടില്ല. അല്ലാത്ത ആളുകളൊക്കെ നഖം മുറിക്കുക, മുടി വെട്ടുക. സ്ത്രീകളല്ല, ആണുങ്ങളൊക്കെ മുടി വെട്ടുക, സ്ത്രീകൾ നഖം മുറിക്കുക. അതോടൊപ്പം തന്നെ മോശപ്പെട്ടതായ ദുർഗന്ധങ്ങളൊക്കെ ശരീരത്തിന് ഒഴിവാക്കുക, അഥവാ ശരിക്ക് സോപ്പ് തേച്ച് കുളിക്കുക എന്നർത്ഥം. പിന്നെയോ വസ്സിയാബി, നല്ല വസ്ത്രം ധരിക്കുക. നല്ലതെന്ന് പറഞ്ഞാൽ പുതിയത് വാങ്ങി അപ്പം ധരിച്ചോണം എന്നല്ല പറയുന്നത്, ഉള്ള വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതിരിക്കുക. അവൻ്റെ വീട്ടിൽ ഉള്ള വസ്ത്രങ്ങളെ കൂട്ടത്തിൽ നല്ല ധരിക്കുക. അത് ഞാൻ ഇപ്പോൾ പെരുന്നാൾക്ക് ധരിക്കില്ല, ഇനി വിരുന്ന് പോകുമ്പോഴുള്ളൂ, ഞാൻ എവിടേക്കാണ് പോകുമ്പോഴേ ധരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ല വസ്ത്രം മാറ്റി വെക്കരുത്. നിങ്ങൾ വാങ്ങിയ വസ്ത്രങ്ങളെ കൂട്ടത്തിൽ, വീട്ടിൽ ഉള്ള വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം പെരുന്നാളിന് ധരിക്കൽ സുന്നത്താണ്. അത് എന്ന് ധരിക്കലില്ല, ഇനി ഏതായാലും ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അന്ന് ധരിക്കാം എന്ന് കരുതി മാറ്റി വെക്കരുത്. അന്നാണ് ധരിക്കേണ്ടത്. ഇന്ന് പെരുന്നാളിനന്ന് നല്ല വസ്ത്രം ധരിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിങ്ങൾ ആൺകുട്ടികളോടും ഭർത്താക്കന്മാരോടും ഉപ്പമാരോടും സഹോദരന്മാരോടൊക്കെ പറയുക, അവർ ധരിക്കൽ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രം ധരിക്കല സുന്നത്ത്. പുരുഷന്മാർക്ക് ധരിക്കൽ ഏറ്റവും നല്ലതാണ് വെള്ള വസ്ത്രം ധരിക്കാൻ പറയാം.
ഇനി വെള്ളയേക്കാൾ വെള്ളമുള്ളത് പറ്റേ പഴയ വെള്ള ഷർട്ടുണ്ട്, വെള്ളമുണ്ട്, പക്ഷെ പഴയതാണെങ്കിൽ പുതിയതുള്ളത് വെള്ളയല്ലെങ്കിൽ അവിടെ പുതിയ ധരിക്കണം നല്ലത്. 2 ഷർട്ടുണ്ട് ഒരാൾക്ക് വീട്ടിൽ, ഒന്ന് വെള്ളയാണ് പക്ഷെ വെള്ള പറ്റ പഴയതാണ്, കീറിപ്പോയിട്ടുണ്ട്. വെള്ളയല്ലാത്തത് കളർ ഷർട്ടാണെങ്കിലോ നല്ലതാണെങ്കിൽ അത് ധരിക്കലാണ് നല്ലത്. അപ്പോൾ വെള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധദ്രവ്യങ്ങൾ പൂശുക, കുളിക്കുക, ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾ പള്ളിയിലേക്ക് വരിക. എങ്ങനെയാണ് പള്ളിയിലേക്ക് വരേണ്ടത്? ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ വീട്ടിലെ പുരുഷന്മാരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം, അവർക്കിത് പറഞ്ഞു കൊടുത്ത് ഈ രീതിയിൽ പറഞ്ഞയക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ വാഹനമുള്ളവരാണെങ്കിൽ പോലും പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്കും അവരോട് പറയണം നടന്ന് വരല സുന്നത്ത്. ബൈക്കൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക്, ബൈക്ക് നിന്ന് എടുക്കരുതെന്ന് പറയാം, ബൈക്ക് എടുക്കരുതേ അറിയാം. കാറുള്ളവരോട് കാർ എടുക്കണ്ട, നടന്നു പോകാൻ പറയാം. പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകലാണ് സുന്നത്ത്. വലിയ പെരുന്നാൾക്ക് നേരത്തെ പോകൽ സുന്നത്താണ്. വലിയ പെരുന്നാൾ നേരത്തെ നിസ്കരിക്കൽ സുന്നത്താണ്. ചെറിയ പെരുന്നാളാണെങ്കിൽ ഒരല്പം വൈകി നിസ്കരിക്കൽ സുന്നത്ത്. എന്താ കാരണം? ചെറിയ പെരുന്നാൾക്ക് ഒരാൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്തിൻ്റെ അരിയെല്ലാം കൊടുത്തു വിട്ടാനുണ്ട്. അതുകൊണ്ട് അതൊക്കെ വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം സമയം വൈകും. അതുകൊണ്ട് ചെറിയ പെരുന്നാൾക്ക് വൈകി പെരുന്നാൾ നിസ്കരിക്കൽ സുന്നത്തെങ്കിൽ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഒളുഹിയത്തുള്ളത്. അതുകൊണ്ട് ഒളുഹിയത്തിന് സമയം കിട്ടാൻ വലിയ പെരുന്നാൾ കുറച്ച് നേരത്തെ നിസ്കരിക്കലും ചെറിയ പെരുന്നാൾ കുറച്ച് വൈകി നിസ്കരിക്കൽ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം കൃത്യം 8:30 ആരംഭിക്കും. അപ്പോൾ ഒരു 7:30-8 മണിയാകുമ്പോഴേക്ക് എല്ലാവരോടും പള്ളിയിൽ എത്താൻ പറയണം. നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കനുസരിച്ചായിരിക്കും ആണുങ്ങൾ പുരുഷന്മാർ പള്ളിയിലേക്ക് എത്തിച്ചേരുക. അവരോട് നേരത്തെ തന്നെ വിളിച്ച് സുബൈക്ക് തന്നെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി തക്ബീറുകളൊക്കെ ചൊല്ലി പിന്നെ വലിയ പെരുന്നാൾക്ക് വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കരുത്. ചെറിയ പെരുന്നാൾക്ക് വരുമ്പോൾ നല്ല ഭക്ഷണം കഴിച്ചവരുടെ സുന്നത്താണ്. വലിയ പെരുന്നാൾക്ക് വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കരുത്. പേരിന് എന്തെങ്കിലുമൊക്കെ വിഷപ്പെടാക്കാൻ വേണ്ടി ചെറുതെന്തെങ്കിലും കുറച്ച് കടിച്ച് മാത്രം വരിക, അതും പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നേരത്തെ അവരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക. എന്നാൽ നിങ്ങൾക്കും തന്നെ വീട്ടിൽ നിസ്കരിക്കാൻ കഴിയും. നേരത്തെ പള്ളിയിലേക്ക് വരാൻ പറയണം. പുരുഷന്മാരോടൊക്കെ നേരത്തെ വലിയ പെരുന്നാൾ നിസ്കാരമാകുമ്പോൾ കുറച്ചുകൂടി നേരത്തെ വരൽ സുന്നത്താണ്. വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് അവർ വരുന്നത് ഒരു വഴിയിലൂടെയും തിരിച്ചു പോകുമ്പോൾ വേറെ വഴിയിലൂടെ പോകാൻ പറയാം. ഇപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കിഴക്കേ പള്ളിൻ്റെ ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ ഇവിടെ പള്ളിയിലേക്ക് 2 വഴികളുണ്ടാവും. ഒന്ന് ആ പള്ളിൻ്റെ അതിനെങ്ങനെ വന്നാൽ ഈ കുളത്തിൻ്റെ അരികളിൽ ഇങ്ങനെ വരാൻ പറ്റുന്ന ഈ പള്ളിയിലേക്ക് നേരിട്ടെത്താൻ വഴിയുന്നൊരു വഴിയുണ്ട്. കിഴക്കേ പള്ളിൻ്റെ അവിടെ നിന്ന് റോട്ടിലൂടെ വരാൻ പറ്റുന്ന വഴിയുണ്ട്. എങ്കിൽ പള്ളിയിലേക്ക് വരുമ്പോൾ അവരോട് പറയുക ഏതാണോ ദൂരമുള്ള വഴിയെങ്കിൽ അതിലൂടെ വരാൻ പറയുക. പള്ളിയിലേക്ക് വരുമ്പോൾ ദൂരമുള്ള വഴിയിലൂടെ വരിക. കേൾക്കാൻ പ്രയാസമുണ്ടോ? കേൾക്കണില്ലേ? എല്ലാവരും ഉറങ്ങിയോ? കേൾക്കണില്ലേ? അല്ല, അവിടുത്തെ പുറത്ത് പണി നടക്കുന്നതുകൊണ്ടേ കേൾക്കണില്ലേ? അത് നമ്മൾ വെള്ളിയാഴ്ച പള്ളി പൊളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരുപാട് പണി തീരാണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ലാസ് ഇറക്കുന്നവർ ബുദ്ധിമുട്ടിക്കാതെ പണി നിർത്താൻ പറയാത്തത്. ഇത് പിന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ പള്ളി പൊളിക്കും. ആ പൊളിക്കുമ്പോഴേക്കും ഇവിടെക്കെല്ലാം ശരിയാണ്. ഇനി നിസ്കാരമൊക്കെ ഇവിടെ വെച്ച് നടക്കുക. ഇവിടെയും ആ നമ്മളെ പുറത്ത് ഷീറ്റിട്ട സ്ഥലത്തുമാണ് നിസ്കാരം നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഇപ്പോൾ പണികൾ തീരാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്ത് അവർ പണിയെടുക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരും ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അപ്പോൾ പെരുന്നാൾക്ക് വരുന്ന സമയത്ത് 2 വഴിയുണ്ടെങ്കിൽ ഏതാണോ ദൂരം കൂടുതലുള്ള വഴിയെങ്കിൽ അതിലൂടെ വരാൻ പറയുക. തിരിച്ചു വരുമ്പോൾ എളുപ്പമുള്ള വഴിയിലൂടെ തിരിച്ചു വരിക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ഈദ് ഖാലഫ ത്വരീഖ് വയഖസ്സു الذهاب بالطويلا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരമുള്ള വഴി ഏതാണോ ആ വഴിയിലൂടെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പള്ളിയിലേക്ക് വരിക. തിരിച്ചു പോകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാണോ എളുപ്പമായ വഴിയെങ്കിൽ ആ എളുപ്പമായ വഴിയെ സ്വീകരിക്കാറുണ്ട്. അവ 2 വഴിയുണ്ടെങ്കിൽ ദൂരമുള്ള വഴിയിലൂടെ വരികയും തിരിച്ചു പോകുമ്പോൾ എളുപ്പമുള്ള വഴിയിലൂടെ പോവുകയും ചെയ്യുക. എന്തിനാണിത് ഈ 2 വഴി സ്വീകരിക്കുന്നത്? ദൂരം വരുമ്പോൾ ദൂരമുള്ള വഴി സ്വീകരിക്കാൻ കാരണം പള്ളിയിലേക്കുള്ള നടത്തം കൂടുതലാവാൻ വേണ്ടി. എത്ര നടക്കുന്നുവോ, എത്ര ചവിട്ടടി അധികരിക്കുന്നുവോ അത്ര കണ്ട്, എത്ര ചവിട്ടടി അധികരിക്കുന്നുവോ അത്ര കണ്ട് ഇബാദത്തിൻ്റെ കൂലി കിട്ടും. അതുകൊണ്ട് വരുമ്പോൾ ദൂരമുള്ള വഴിയിലൂടെ വരണം. തിരിച്ചു പോകുമ്പോൾ വേറെ വഴിയിലൂടെ വരാൻ പറയുന്ന കാരണം എന്താ?
അതിന് പണ്ഡിതന്മാർ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. 2 വഴി സ്വീകരിക്കാനുള്ള കാരണം പറഞ്ഞത്, ചില പണ്ഡിതന്മാർ പറഞ്ഞു 2 വഴിയിലൂടെ പോകുമ്പോൾ 2 വഴിയും നാളെ ഈ 2 വഴികളും നാളെ അവർക്ക് സാക്ഷി നിൽക്കും. അത് ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ തന്നെ 2 വഴി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടെങ്കിൽ 2 വഴിയിലൂടെ വരിക, വരുമ്പോൾ ഒരു വഴിയുടെയും പോകുമ്പോൾ വേറെ വഴിയുടെയും. അപ്പം എന്താ, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ഈ 2 സ്ഥലവും നമുക്ക് സാക്ഷി നിൽക്കും. അല്ലാഹുവേ, ഈ സ്ത്രീകൾ, ഈ ഉമ്മ, ഈ സഹോദരി എന്നിലൂടെ ക്ലാസ് കേൾക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ മറ്റേ വഴി പറയും, അല്ലാഹുവേ എന്നിലൂടെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചും പോയിട്ടുണ്ട്. 2 വഴികൾ നമുക്ക് സാക്ഷി നിൽക്കും. അതുകൊണ്ട് പെരുന്നാൾക്ക് വരുമ്പോഴും നല്ല കാര്യത്തിൽ പോകുമ്പോൾ 2 വഴിയുണ്ടെങ്കിൽ ഒരു വഴിയിലൂടെ പോകുക, ഒരു വഴിയിലൂടെ തിരിച്ചു പോകുക. വേറെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ, ഒരാൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പോകുന്ന വഴിയിലുള്ള ആളുകളൊക്കെ അവരൊക്കെ ബർക്കത്ത് ലഭിക്കുന്നവരായിത്തീരും. നല്ലൊരാളെ വഴിക്ക് നടന്നു പോയാൽ വീട്ടുകാർക്കൂടി ബർക്കത്താണ്. അപ്പം നിങ്ങളെ വീടിൻ്റെ മുന്നിലൂടെയൊക്കെ മുത്തഅല്ലിമീങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ വീട്ടുകാർക്കത് ബർക്കത്താണ്. നോക്കൂ, നിങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിനാൾ വരുമ്പോൾ ഒരു വഴിയിലൂടെ പോയി മറ്റു വഴിയിലൂടെ പോകാൻ പറയാൻ കാരണം എന്താ, 2 വഴിയുണ്ടെങ്കിൽ 2 വഴിയുടെയും വീട്ടുകാർക്ക്, ആ ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഇവൻ പോകുന്നതും തിരിച്ചു വരുന്നതും വഴി ബർക്കത്ത് ലഭിക്കാനാണ്. അപ്പം നല്ലതിനൊരാൾക്ക് പോകുമ്പോൾ അയാൾ കാരണമായിക്കൊണ്ട് ആ വഴിയുള്ള ആളുകൾക്ക് പോലും ബർക്കത്ത് കിട്ടുമെന്നാണ്. അപ്പം നിങ്ങളൊക്കെ ക്ലാസ്സിന് വരുമ്പോൾ അത് ചെറുതായി കാണരുത്. നിങ്ങൾ വരുന്നത് വഴി നിങ്ങൾക്ക് മാത്രമല്ല പ്രതിഫലം ലഭിക്കുന്നത്, നിങ്ങൾ വരുന്ന വഴിയുള്ള ആളുകൾക്ക് വരെ നിങ്ങൾ കാരണമായിക്കൊണ്ട് ബർക്കത്ത് ലഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാഹ്, അവർ വീട്ടിലേക്ക് വരുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും, ഭക്ഷണം കഴിച്ചവർ തിരിച്ച് വീട്ടിൽ പള്ളിയിലേക്ക് വരുമ്പോഴും, അവർ പോകുന്ന വഴിയോരങ്ങളിൽ ഓരോ വീട്ടുകാർക്കും ബർക്കത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ അവരെ നിങ്ങൾ എത്ര സ്നേഹിച്ചാലും അവർക്ക് എന്ത് കൊടുത്താലും അത് നിങ്ങൾക്ക് നഷ്ടമല്ല. കാരണം അവർ വരുന്നതും പോകുന്നതും ഒക്കെ ബർക്കത്താണ്. മറ്റു കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, പെരുന്നാൾക്ക് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ 2 വഴി സ്വീകരിക്കാൻ പറഞ്ഞത്, പെരുന്നാൾ ദിവസത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമാണ് സദക്ക ചെയ്യേണ്ടത്. സദക്ക പെരുന്നാൾക്ക് ഏറ്റവും കൂടുതൽ ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സദക്ക അധികരിപ്പിക്കണമെന്ന. ധാരാളം സദക്ക കൊടുക്കണം. അപ്പോൾ അത് പോകുന്ന വഴിയുള്ള ആളുകൾ കൊടുക്കാനും, വരുമ്പോൾ വേറെ വഴിയിൽ വരുമ്പോൾ അവിടെയും കുറേ ഫക്കീർമാരുണ്ടാകുമല്ലോ, അവരെ പരിഗണിക്കാൻ വേണ്ടിയാണ് 2 വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞത്. പെരുന്നാൾ ദിവസത്തിലും ഇന്നത്തെ ദിവസം നാളത്തെ ദിവസങ്ങളിലൊക്കെ സദക്ക നല്ലവണ്ണം അധികരിപ്പിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ഷഹിദ സ്വലാത്ത് മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമി ഈദ്. ഒരു ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയോടുകൂടെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. നബി പെരുന്നാൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് സുമ്മ ഖാമ മുതവക്കിഅൻ അലാ ബിലാൽ ഫഖതബന്നാസ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ആരംഭിച്ചു. പെരുന്നാൾക്ക് അങ്ങനെയാണ്. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആദ്യം ഖുത്ബയും പിന്നെ നിസ്കാരവുമാണ്. പെരുന്നാൾക്കോ ആദ്യം നിസ്കാരവും പിന്നെ ഖുത്ബയുമാണ്. അതുകൊണ്ട് വീട്ടിലെ യുവാക്കളോടൊക്കെ പറയണം, പുരുഷന്മാരോടൊക്കെ പറയണം, ഖുത്ബ കയ്യിൽ തുടങ്ങട്ടെ എന്നിട്ട് പോകാം, പള്ളിയിലേക്ക് ഇറങ്ങി നിൽക്കരുത്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, വെള്ളിയാഴ്ച ദിവസങ്ങളെ ഖുത്ബ തുടങ്ങട്ടെ എന്നിട്ട് പോകാറ് കാത്തിരിക്കും, എന്നിട്ട് ഖുത്ബ തുടങ്ങിയിട്ട് പള്ളിയിലേക്ക് വരുന്നവർ. അങ്ങനെ പെരുന്നാൾക്ക് വന്നാൽ ഖുത്ബ കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകുമ്പോൾ പോകാൻ നിസ്കാരം ഉണ്ടാവില്ല. ആദ്യ നിസ്കാരം പിന്നെ ഖുത്ബയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഖുത്ബ ഓതി, പെരുന്നാൾ ഖുത്ബ ഓതിയതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. പെരുന്നാൾ പള്ളിയിൽ നിന്ന് ഖുത്ബയും അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നിട്ട് സ്ത്രീകളുള്ള വീടുകളിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ സ്ത്രീകളോട് വഅദ് പറയുകയാണ്. സ്ത്രീകളോട് റസൂലുള്ളാഹി വഅദ് പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് വഅദ് പറഞ്ഞ് അവസാനം സ്ത്രീകളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ തസദ്ദഖന തസദ്ദഖന തസദ്ദഖന, നിങ്ങൾ ധാരാളം സദക്ക ചെയ്യണേ, നിങ്ങൾ ധാരാളം സദക്ക ചെയ്യണേ, സ്ത്രീകൾ ധാരാളം സദക്ക ചെയ്യണം. ഫഇന്ന അക്സറകുന്ന ഹതബു ജഹന്നം, കാരണം ഞാൻ നരകത്തിലേക്ക് നോക്കിയപ്പോൾ
നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളെ, നിങ്ങളെയാണ്, പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ നരകത്തിന് തൊട്ട് കാത്തിക്കണേ, നരകത്തിന് തൊട്ട് രക്ഷപ്പെടണേ. നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് ആ കഴിയുന്ന സദക്ക കൊടുത്തിട്ട് നിങ്ങൾ നരകത്തിന് തൊട്ട് കാത്ത് രക്ഷിക്കണേ. അപ്പോൾ ഒരു സ്ത്രീ എണീറ്റ് നിന്നു, നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് നബിയെ സ്ത്രീകൾ നരകത്തിൽ കൂടുതൽ കടക്കാൻ കാരണം? നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞ, പെണ്ണുങ്ങളെ, നിങ്ങൾക്കുള്ള പ്രശ്നമെന്താ? 2 കുറ്റമാണ് റസൂലുള്ളാഹി പറഞ്ഞു. ഒന്ന് നിങ്ങൾ ആവലാദികൾ വർദ്ധിച്ചവരാണ്, പരാതികൾ കൂടിയവരാണ്. എപ്പോൾ നോക്കിയാലും കംപ്ലൈൻറ്റുകൾ മാത്രമേ നിങ്ങൾക്കുണ്ടാവുള്ളൂ. ഓരോരുത്തരെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, കുറ്റങ്ങൾ നിങ്ങൾ ധാരാളം പറഞ്ഞു തീർക്കുന്നവരാണ്. 2 ഭർത്താക്കന്മാരെന്ത് നിങ്ങൾക്ക് ചെയ്തെന്നാലും, ഭർത്താക്കന്മാരെത്ര നന്മ ചെയ്താലും ആ നന്മയെ നിഷേധിക്കുന്നവരാണ് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്ര ഭർത്താക്കന്മാർ ചെയ്തെന്നാലും ഒരു പക്ഷേ പെരുന്നാൾക്ക് ചിലപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ കാശൊന്നുമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വേണ്ടത്ര നല്ല വസ്ത്രം എടുത്തുകൊടുത്തുണ്ടാവില്ല. അപ്പോൾ പറയും, അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ. കല്യാണം കഴിഞ്ഞ മുതൽ ഇക്കാലം വരെ നല്ലൊരു പർദ്ദ അങ്ങെടുത്തതുണ്ടാവും, എടുത്തുന്നിട്ടില്ല. നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമുള്ളത്? വല്ലപ്പോഴും ഇങ്ങനെ കയറി വരും ഒരു കാര്യമില്ലാത്തൊരു മനുഷ്യൻ. അപ്പുറത്തെ കണ്ടോ, ആ ആയിഷാന്റെ ഭർത്താവ് പുതിയാപ്പോൾ എത്ര ഉഷാറാ, എത്ര നല്ല പർദ്ദ എടുത്തോളൂ. ഇങ്ങനെ തുടങ്ങി ഭർത്താക്കന്മാരെ ആക്ഷേപിക്കുന്നൊരു ശൈലി അത് സ്ത്രീകൾക്ക് ധാരാളമുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ ധാരാളം നരകത്തിൽ കടക്കുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. പെരുന്നാളായിട്ടും ഭർത്താക്കന്മാരൊക്കെ ആക്ഷേപിക്കുന്നവർ, ഭർത്താക്കന്മാരെ ചീത്ത പറയുന്ന ഉമ്മമാർ, സഹോദരിമാരൊക്കെ ഉണ്ടാകാറുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ ചെയ്തു പോകരുതത്. അള്ളാഹുവിൻ്റെ റസൂൽ പെരുന്നാൾക്ക് സ്ത്രീകൾ അടുക്കൽ വന്നിട്ട് പറയാണ്, നരകത്തിൽ ഞാൻ ഏറ്റവും കണ്ടത് സ്ത്രീകളെ, നിങ്ങളെയാണ്. അപ്പോഴാണ് ഒരു ഉമ്മയുടെ ചോദ്യം, നബിയേ ലിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാ നബിയേ ഞങ്ങളിങ്ങനെ കൂടുതൽ നരകത്തിൽ കടക്കാൻ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെ കുഴപ്പം വേറൊന്നുമല്ല, സ്ത്രീകൾ ഭർത്താക്കന്മാരെന്ത് ചെയ്തു കൊടുത്താലും അതിനെ ചെറുതാക്കി കാണുന്നവരാണ്, അതിനെ കുറവാക്കി കാണുന്നവരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്തിൻ്റെ സ്ത്രീകൾ, സഹാബിയാക്കളാകുന്ന വനിതകൾ പൊട്ടിക്കരഞ്ഞുപോയി. സഹോദരിമാർ അവരെ കഴുത്തിൽ കിടക്കുന്ന മാരേതാ പൊട്ടിക്കുകയാണ്, ചെവിയിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിക്കൊടുക്കുകയാണ്, കയ്യിലിട്ട വളകളെല്ലാം ഊരിക്കൊടുക്കുകയാണ്. സയ്യിദുനാ ബിലാൽ തങ്ങളെ വിളിക്കുകയാണ്, ബിലാലേ ഈ മാലയും വളയും ഈ കമ്മലും ഈ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കൊണ്ടുപോയി മുത്തുനബിയെ ഏൽപ്പിക്കു ബിലാൽ. പ്രിയപ്പെട്ട സഹോദരിമാർ, അവരെ കയ്യിൽ കിടക്കുന്ന വളകൾ, കഴുത്തിൽ കിടക്കുന്ന മാലകൾ, സ്വർണ്ണാഭരണങ്ങൾ, അവരെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ബിലാലിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമാക്കി കൊണ്ടുപോയി കൊടുക്കൂ. സഹോദരിമാരെ, ഈ 2-3 ദിവസങ്ങളിൽ ധാരാളം സദക്ക ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം ഞാൻ സ്വലാത്തിൻ്റെ അന്ന് മുത്തഅല്ലിമീങ്ങളെ കാര്യം പറഞ്ഞപ്പോൾ 9-10 സഹോദരിമാരാണ് അൽഹംദുലില്ലാ ഓരോ കുട്ടികൾ ഏറ്റെടുത്തത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണത്, വലിയൊരു ഭാഗ്യമാണ്. ഞാനത് മുത്തഅല്ലിമീങ്ങൾ കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് പറയല്ല, നിങ്ങളാ ചെയ്ത് വലിയൊരു പുണ്യമാണത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മാസത്തിൽ 500 രൂപയെ വരുന്നുള്ളൂ. വർഷത്തിലാകെ നമുക്ക് വരുന്നത്, ഈ ഒരു വർഷത്തിൽ 10 മാസമാണ് ഇനിയുള്ളത്, 5000 രൂപയാണ് വരുന്നത്. മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് മാസം 500 വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് വലിയ പ്രതിഫലമാണ് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു മാസത്തിൽ എന്തിനൊക്കെ ചിലവഴിക്കുന്നു? കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ, മദ്രസയിലേക്ക് പോകാൻ, പുസ്തകം വാങ്ങാൻ, വലിയ ഡിഗ്രിക്കും മറ്റും പഠിക്കുന്നവരാണെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ, അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഡൊണേഷൻ തന്നെ വലിയ സംഖ്യകൾ. എത്ര രൂപയാണ് ഒരു വർഷത്തിൽ നമ്മൾ ചിലവഴിക്കുന്നത്? ആ സ്ഥാനത്ത് നമ്മളിത് കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാ, ഒരു പക്ഷേ നമ്മൾ നരകത്തിൻ്റെ ആളുകളാണെങ്കിൽ ഇതുവഴി നമ്മൾ സ്വർഗത്തിൻ്റെ ആളുകളായിത്തീരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. 10 സഹോദരിമാർ അന്നത് ഏറ്റെടുത്തു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇനി കഴിയുന്നവരൊക്കെ, ഇന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് കഴിയുന്നവരുടെ നോട്ട്ബുക്കും പേനയൊക്കെ ഉണ്ട്, അവിടെ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേൽപ്പിക്കുക. അതല്ലെങ്കിൽ ഈ പെരുന്നാളിനന്ന് മനസ്സിൽ കരുതുക, ഒരു നല്ല ദിവസത്തിൽ പടച്ചവനെ എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ, എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ, എൻ്റെ മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ ഞാനിതാ ഒരു മുത്താലിമിനെ ഏറ്റെടുക്കുന്നു, ഞാനിതാ 2 മുത്താലിമിനെ ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾ പെരുന്നാളിന് മനസ്സിൽ കരുതുക. ഇൻഷാ അല്ലാഹ് അതുവഴി നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായിത്തീരും, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമായിത്തീരും. ഇൻഷാ അല്ലാഹ് ഒരു സംശയമുള്ള കാര്യമില്ല. നോക്ക്, നിങ്ങൾ മുത്തുനബി ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ സഹോദരിമാർ കഴുത്തിൽ കിടക്കുന്ന, അവരെ കാതിൽ കിടക്കുന്ന, കയ്യിൽ കിടക്കുന്ന, കാലിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വലിച്ചു പൊട്ടിച്ച് മുത്തുനബിൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ്. നരകത്തിൽ ഞങ്ങളാണെങ്കിൽ കൊടുത്തെങ്കിൽ ആ നരകത്തിൽ ഞങ്ങൾ രക്ഷപ്പെടാൻ സദക്കയാണ് ചെയ്യാൻ പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇനി സ്വർണം വേണ്ട, അത് മുത്തുനബിയെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മുത്തുനബി കൊണ്ടുപോയി കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങൾ ഈ ചെയ്യുന്ന സദക്കയൊക്കെ ഇവിടെ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ സദക്കകൾ ധാരാളമാണ്. ഇപ്പോൾ ഞാൻ ഈ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് പള്ളിയിൽ മുഖ്രിസ് സണ്ടിയും പറഞ്ഞു, ഈ ആഴ്ച ധാരാളം വീടുകളിൽ നിന്ന് ഓരോ ദിവസവും കുട്ടികൾക്ക് അസറിന് ശേഷം ചായക്ക് പല പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങളുടെ സഹോദരിമാർ കൊടുത്തയച്ചു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇവരുടെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ, പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ കുട്ടികളെ സന്തോഷം എത്രയാണറിയോ? നിങ്ങളത് കൊടുത്തയക്കുമ്പോൾ അവരുടെ മനസ്സ് എത്ര ആനന്ദമാണറിയോ? ഒരു മുത്തഅല്ലിമൊക്കെ സന്തോഷിക്കുമ്പോൾ എൻ്റെ ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണത്, വലിയൊരു തൗഫീഖാണത്. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ ദിവസങ്ങളിൽ സദക്ക അധികരിപ്പിക്കൽ, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പാവങ്ങളുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ വീട്ടിൽ നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെ വീട്ടിലത് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ നിങ്ങൾ അവർക്കും അല്പം കൊടുത്തു വിടുക. നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ഒരല്പം തൊട്ടടുത്ത വീട്ടിലേക്ക് കൂടുതൽ കൊടുക്കാൻ കഴിയില്ലെങ്കിലും എന്താണോ കഴിയുന്നെങ്കിൽ, എത്രയാണോ നിങ്ങൾക്കടിയുന്നെങ്കിൽ അത് നിങ്ങൾ തൊട്ടടുത്ത വീടുകളിലേക്ക് കൊടുത്തയക്കുക. അതൊക്കെ നല്ലൊരു ലക്ഷണമാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് തൊട്ട വീട്ടിലെ അയൽവാസികൾ കൊടുക്കുക. റസൂൽ പറഞ്ഞില്ലേ, നീ വീട്ടിൽ വല്ലതും ഉണ്ടാക്കുമ്പോൾ അക്സിർ മാഅക്, ആ വെള്ളമൊന്ന് അധികരിപ്പിക്കുക. ഒരുപക്ഷെ കൂടുതൽ ഇറച്ചി വാങ്ങാൻ കഴിയില്ലെങ്കിലും ഉള്ള ഇറച്ചിയെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അതൊന്ന് കൂടുതലാക്കിയിട്ട് നീ വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഒരു ഭാഗം നിൻ്റെ തൊട്ട വീട്ടിലേക്ക് കൊടുത്തയക്കുക. നമ്മളെ വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ, നല്ലതുണ്ടാക്കുമ്പോൾ തൊട്ട വീട്ടിലേക്ക് കൊടുത്തയക്കുക. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇവിടെ അൽഹംദുലില്ലാഹ് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടുത്തെക്കാർ അതിലൊക്കെ വലിയ താല്പര്യമുള്ളവരാണ്. സ്വന്തം വീട്ടിലേക്ക് കാര്യം ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊടുത്തയക്കുന്ന നല്ലൊരു രീതി, അതൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. അതൊന്ന് കേവലം ഒരു ചടങ്ങായി കാണരുത്, കേവലം ഒരു മാമൂലായി കാണരുത്. അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ട്, അതൊക്കെ നമ്മളൊരു സാധാരണ നിസ്സാരമായി കാണുന്ന കാര്യമായിരിക്കും. പക്ഷേ അതുകൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരായി നമ്മൾ തീരുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതൊക്കെ ധാരാളം ചെയ്യുക. പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ തൊട്ട വീട്ടിലൊക്കെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അവർ വീട്ടിൽ വസ്ത്രം എടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതെടുക്കുമ്പോൾ ഒന്ന് അവർക്കും എടുത്തു കൊടുക്കുക, ഒരു വസ്ത്രം എടുത്തു കൊടുക്കുക. ഇവിടെ അൽഹംദുലില്ലാഹ് മുതഅല്ലിമീങ്ങൾക്ക് ധാരാളം ആളുകൾ വസ്ത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്നപോലെ നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊക്കെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ പെരുന്നാളിന് ഒരു വസ്ത്രം എടുത്തു കൊടുക്കുക, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുത്തയക്കുക. ഇതൊക്കെ പെരുന്നാൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇനി ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇന്ന് നിങ്ങൾ നോമ്പുള്ള പലരും ഉണ്ടാകും, ഭക്ഷണം ഉണ്ടാക്കലൊക്കെ തിരക്കുണ്ടാകും. എങ്കിൽ ആ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. പെരുന്നാൾ നിസ്കരിക്കേണ്ട രീതി നിങ്ങളൊക്കെ നിസ്കരിക്കണം. അതാരും ഒരു മടി കാണിക്കരുത്. എല്ലാവരും പെരുന്നാൾ നിസ്കരിക്കണം. പെരുന്നാളിൻ്റെ കാര്യത്തിൽ ഒരാളും മടി കാണിക്കരുത്. നിസ്കരിക്കാൻ കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കരിക്കണം. അതിനൊരു പണിയില്ല. ഖുത്ബ
പെരുന്നാൾക്ക് സുന്നത്താണെങ്കിലും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതില്ല. നിങ്ങളിപ്പോൾ ഹുത്ബ ഓതേണ്ടതില്ല. നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചാൽ മാത്രം മതി, പെരുന്നാൾ നിസ്കരിച്ചാൽ മതി. പെരുന്നാൾ നിസ്കാരം നടത്തുന്ന പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. 2 റക്അത്ത് നിസ്കരിക്കുക, അത്രയേ ഉള്ളൂ. 2 റക്അത്ത് നിസ്കരിക്കുക. അതിൽ ഏകദേശം ഒരു 7-8 മണിയായ ശേഷം നിസ്കരിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞയച്ച ശേഷം നിങ്ങൾ കുളിച്ച് ഫ്രഷായതിനു ശേഷം ഒളു ഉണ്ടാക്കുക. സാധാരണത്തെ പോലെ ഒളു ഉണ്ടാക്കുക. ഒളു ഉണ്ടാക്കിയതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കേണ്ടത്? വലിയ പെരുന്നാളിന് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു. വലിയ പെരുന്നാളിന് സുന്നസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഒന്നിലധികം സ്ത്രീകളുണ്ടെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കാതിരിക്കുക. ഇനി ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും കൂലി കിട്ടും. കഴിയുന്നവരൊക്കെ ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. ഉമ്മയും മോളും ഉണ്ടെങ്കിൽ ആരാണോ ഇമാമക്കാൻ കഴിയുന്നെങ്കിൽ അവർ ഇമാമക്കട്ടെ. ഒരാൾ ഇമാമക്കട്ടെ, മറ്റൊരു മമ്മുവട്ടെ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ ബേക്കിൽ നിർത്തുക. വലിയ സന്തോഷമുള്ള കാര്യമില്ലേ ഇത്? നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് നിസ്കരിക്കുക. എത്ര സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം എല്ലാം നിസ്കരിക്കുക. വലിയ പെരുന്നാളെന്ന് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. അതിൻ്റെ ശേഷം വജ്ഹത്ത് ഓതുക. വജ്ഹത്ത് വജിഹലില്ലദീ ഫതറ സമാവാതി സാധാരണ ഓതുന്ന ദുആഉൽ ഇസ്തിഫ്താ, പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുക. അതിന് ശേഷം 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലുക. എത്ര തക്ബീർ? 7 തക്ബീർ. അപ്പോൾ എങ്ങനെ? അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം. പെരുന്നാൾ നിസ്കാരം, വലിയ പെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ തക്ബീർ കെട്ടി. അതിന് ശേഷം ഞാൻ വജ്ഹത്ത് ഓതുന്നു. വജ്ഹത്ത് ഓതിന് ശേഷം ഞാൻ പിന്നെ 7 പ്രാവശ്യം അല്ലാഹു അക്ബർ കൈയെടുക്കുന്നു, അയച്ചു കിട്ടുന്നു. വീണ്ടും അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ. ഇങ്ങനെ 7 പ്രാവശ്യം ചെല്ലുക. ഈ 7 പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ഓരോന്നിൻ്റെയും ഇടയിൽ, ഓരോ തക്ബീറിൻ്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചെല്ലുക. എന്തായാലുണ്ടത്? സുബ്ഹാനല്ലാഹ്, ഒന്നുകൂടി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് ചൊല്ലുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വലിയ പെരുന്നാളിന് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് വേണ്ടിയിട്ട് ഇമാമാണെങ്കിൽ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു കരുതുക. മഅ്മൂമാണെങ്കിൽ ഞാൻ മഅ്മൂമായി നിസ്കരിക്കുന്നു കരുതുക. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാണ് ജമാഅത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു മാത്രം കരുതിയാൽ മതി. എന്നിട്ട് ആദ്യം ഒരു തക്ബീർ ഇട്ടുക. അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് എണ്ണത്തെ കൂട്ടൂല. അതിൻ്റെ ശേഷം വജ്ഹത്ത് ഓതിന് ശേഷം അഊദ് ഓതുന്നതിന് മുമ്പായിക്കൊണ്ട് 7 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇങ്ങനെ ഓരോ അല്ലാഹു അക്ബറും പറയുമ്പോൾ അടുത്ത അക്ബറിന് മുമ്പായിക്കൊണ്ട് അല്ലാഹു അക്ബറിന് കൈ കെട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വീണ്ടും തക്ബീർ ഇട്ടുക. പിന്നെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വീണ്ടും അല്ലാഹു അക്ബർ കൈ കെട്ടുക. ഇങ്ങനെ എത്ര വർഷം? 7 വർഷം. എന്നിട്ട് എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം 1-ാമത്തെ റക്അത്തിൽ സബ്ബിഹ് എന്നുള്ള സൂറത്ത് ഓതുക. അറിയുന്നവർ ഓതിയാൽ മതി. സബ്ബിഹ് റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ വസവ്വ, ആ സൂറത്തുണ്ടല്ലോ, അത് അറിയുന്നവർ ഓതുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സൂറത്താണ് അറിയെങ്കിൽ അത് ഓതുക. എന്നിട്ട് സാധാരണത്തെ പോലെ റുക്കൂ ചെയ്യുന്നു, ഇഅ്തിദാൽ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. ഒരു റക്അത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള തക്ബീറിന് പുറമെ, തിരിച്ചു വരുമ്പോൾ അല്ലാഹു അക്ബർ ഉണ്ടല്ലോ വരിക, അതിന് പുറമെ ഒരു 5 തക്ബീർ ചൊല്ലുക. ആ 5 തക്ബീറിലും ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ ചൊല്ലുക. എന്നിട്ട് ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹയുടെ ശേഷം അല്ലത്താക ഹദീസുൽ ഗാഷിയ എന്ന് പറയുന്ന സൂറത്ത് അറിയുന്നവർ ആ സൂറത്ത് ഓതുക, അറിയാത്തവർ അറിയുന്ന സൂറത്ത് ഓതുക. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണത്തെ പോലെ നിസ്കരിക്കുന്നു. 2 റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. വല്ലാത്ത ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസങ്ങളൊക്കെ വളരെ പുണ്യമുള്ള ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപ്പമാർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പലരും നമ്മളെ കൂടെ ഇല്ല, അല്ലേ? എത്ര ആളുകൾ കഴിഞ്ഞ പെരുന്നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എത്ര ആളുകൾ നമ്മുടെ വിട പറഞ്ഞു പോയി. അടുത്ത പെരുന്നാൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു പ്രതീക്ഷയില്ലല്ലോ. ഞാൻ ഇന്നലെ സലാത്ത് നിങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മാനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ഭാര്യയുടെ സഹോദരൻ, 18 വയസ്സ് പ്രായമുള്ളൂ. ഇത്ര നല്ലൊരു പ്രായം നോക്കൂ നിങ്ങൾ. ആ ചെറുപ്പക്കാരൻ വാഹനം നിർത്തി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മറ്റൊരു വാഹനം വന്ന് ബേക്കിലിടിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അങ്ങനെയുള്ള
പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ആ കുടുംബത്തിൻ്റെ വേദന എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളെ വീട്ടിലുള്ള ഒരു 18 വയസ്സുകാരനാണ് മരണപ്പെട്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, സ്വന്തം മോളെ നിക്കാഹ് ക്ഷണിക്കാൻ പോയ ഉപ്പയും ഉമ്മയും വാഹന അപകടത്തിൽ മരണപ്പെട്ടത്. ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും വലിയൊരു അഭിലാഷമല്ലേ സ്വന്തം മകൾക്കൊരു കല്യാണം വരിക എന്നുള്ളത്. ആ കല്യാണം വന്ന് ആ നിക്കാഹ് ക്ഷണിക്കാൻ പോകൽ എത്ര സന്തോഷമുള്ളൊരു ദിവസമാണത്, എത്ര മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ്. അത് ക്ഷണിക്കാൻ പോകുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ആ മകളുടെ അവസ്ഥ എന്താണ്? ആ നിക്കാഹ് നടക്കേണ്ട മോൾ അവസ്ഥ എന്തായിരിക്കും? ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഒരു അപകടത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ കരുതിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് സഹോദരന്മാർ വരുമ്പോൾ ഭർത്താക്കന്മാർ മക്കളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ അവരോട് പറയണം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടരുത്, ഇൻഷാ അല്ലാഹ് ഒരല്പനേരം ഞാൻ പ്രസംഗിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ദുആ ഉണ്ടാകും. ആ ദുആയിലൊക്കെ അവരോട് നിർബന്ധമായിട്ട് പങ്കെടുക്കാൻ പറയുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. നമ്മുടെ ഉപ്പമാർ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ഉമ്മയുടെ അവസ്ഥ എന്താണ്? അവരെ ഖബറിൽ എന്താണ് അവരുടെ അവസ്ഥ? നമുക്കറിയില്ലല്ലോ. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ആ പെരുന്നാൾക്ക് അവരോടൊക്കെ നിങ്ങൾ പറയണം, ദുആ കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടിലേക്ക് വരാവൂ എന്നുള്ള പ്രത്യേകം പറഞ്ഞയക്കണം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, സമയമേറെ ആയിട്ടുണ്ട്. നമുക്ക് മരണപ്പെട്ടു പോയവർക്ക് കൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിരിയാം. ഇനി അടുത്ത ക്ലാസ് അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവുന്നതല്ല. പെരുന്നാൾ കഴിഞ്ഞ് ഒക്ടോബർ 6-ാം തീയതി ചൊവ്വാഴ്ച ഇനി ക്ലാസ് ഉണ്ടാവുള്ളൂ. 2 ആഴ്ചകൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവുന്നതല്ല. ഈ വരുന്ന ഇന്ന് 22-ാം തീയതി അല്ലേ, ഒരാഴ്ച ക്ലാസ് ഉണ്ടാകത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഒക്ടോബർ 6-ാം തീയതി ഇനി ക്ലാസ് ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക, 6-ാം തീയതി ക്ലാസ്സിന് എല്ലാവരും നേരത്തെ എത്തിച്ചേരുക. പിന്നെ മദ്രസയിലെ കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. മദ്രസ ഇനിയുള്ള സമയം രാവിലെയാണ് കുട്ടികളുടെ ക്ലാസ്. മുതിർന്ന ക്ലാസ്സുകൾ 5 മുതൽ 10 വരെയുള്ളത് രാവിലെ 6 മണിക്ക് ആരംഭിക്കും. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികളൊക്കെ നേരത്തെ തന്നെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം. മറ്റുള്ള കുട്ടികളത് 8 മണി മുതൽ 9 മണി വരെയും. പിന്നെ വൈകുന്നേരമാണ്. വൈകുന്നേരം എന്നുള്ളത് ഒരു പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ അത് രാവിലെ തന്നെ ആക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും ഉദ്ദേശിക്കുന്നത്. കാരണം നിസ്കാരമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മറ്റുള്ള സമയങ്ങളിലൂടെ ക്ലാസ് നടക്കാൻ കഴിയില്ല. മഗ്‌രിബിന് ശേഷം ക്ലാസ് നടക്കാൻ കഴിയില്ല. ഇനി പള്ളി പൊളിച്ചാൽ ഇവിടെയാണ് നിസ്കാരമൊക്കെ നടക്കുക. അതുകൊണ്ട് ഒന്ന് സമയക്രമീകരണം ആവശ്യമായിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് 5 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ ക്ലാസ് 6 മണിക്ക് ആരംഭിച്ച് 8 മണി വരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികളത് 1 മുതൽ 4 വരെ ഉള്ളത് അവർക്ക് 2 നേരം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. രാവിലെ ഒന്നും അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് 5 മുതൽ 6 മണി വരെ ഒന്ന്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 2 നേരത്തും കൂടി 1 നേരം ആക്കുന്നതിനെക്കുറിച്ചും കമ്മിറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമയമൊക്കെ പാലിക്കുക. പിന്നെ പള്ളി പൊളിച്ചു കഴിഞ്ഞാൽ ഈ നിസ്കാരം ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എഴുത്തിക്കാഫ് പള്ളിയിലല്ല നടക്കുന്നത്. ഇവിടെ വെച്ച് എഴുത്തിക്കാഫിൻ്റെ കൂലിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് പള്ളിപ്പണി പെട്ടെന്ന് പൂർത്തിയാക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ എഴുതിച്ച സംഖ്യകൾ വീട്ടിലുള്ള ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് കൊടുത്ത് തീർക്കണം. പള്ളിപ്പണി നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കണം. അല്ലാത്തൊരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. പലരും നമ്മളെ കൂട്ടത്തിൽ നിന്ന് പലരും നോമ്പ് നോറ്റവരാണ്. നോമ്പ് നോറ്റ് ദുആ ചെയ്യുമ്പോൾ അതിന് ഫലം ഏറെ ഉണ്ടെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹം റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സലാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുഖറബീങ്ങളെ പരിശുദ്ധമായ മഖബറകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഒരു മാസത്തിൽ പരിശുദ്ധമായ ഒരു ദിവസത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് കരങ്ങൾ നീട്ടിയിരിക്കുന്നു അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാ. ഇഖ്ലാസ് ഞങ്ങളെ കൈമുതലാക്കണേ അല്ലാ. ഖുശൂ നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. ജീവിതത്തിൽ വിശുദ്ധി നൽകണേ അല്ലാ. ഭാവി ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിന്റെ ഇഷ്ടത്തിലാക്കണേ അല്ലാ. നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സ്വാലിഹീങ്ങളിൽ ഈ സാധുക്കളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചൊട്ടേറെ ആളുകളെ സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർ, മുതഅല്ലിമീങ്ങളെ സഹായിച്ചവർ, ഉസ്താദുമാരെ സഹായിച്ചവർ, അല്ലാഹ് എല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടത്തോടുകൂടെ മരിക്കുന്നൊരവസ്ഥ തരല്ല അല്ലാ. ഞങ്ങളുടെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് ഈ മയ്യത്തിന് ഒരുപാട് കടങ്ങളുണ്ട്, ഏറ്റെടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കുന്നൊരവസ്ഥ തരല്ല അല്ലാ. ഞങ്ങൾക്കും അവർക്കും അങ്ങനെയുള്ള ഒരു പ്രയാസകരമായൊരവസ്ഥ നീ നൽകല്ല അല്ലാ. ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പൊരുത്തത്തിലും കുരുത്തത്തിലും ഞങ്ങളെ വളർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, ഭർത്താക്കന്മാർ, എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവേ, ഭക്ഷണം നൽകി സഹായിച്ചവർ, പല നിലക്കും സഹായിച്ചവർ, അവരൊക്കെ നീയും സഹായിക്കണേ അല്ലാ. നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്നേഹവും ഈ ബന്ധവും ഒക്കെ നിലനിർത്തണേ അല്ലാ. ഇതുവഴി നാളെ സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള മാർഗമാക്കണേ അല്ലാ. അതിനുള്ള മാർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ മുതഅല്ലിമീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹ്, ഓരോ മുതഅല്ലിമീങ്ങളെ ഏറ്റെടുത്തവരുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, വസ്ത്രം കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ, പെരുന്നാളിന് മുതഅല്ലിമീങ്ങൾ പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇവർ യാത്രയാക്കിയത്. അവരൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ, പ്രയാസങ്ങളൊക്കെ കറ്റണേ അല്ലാ. ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലല്ലാ. അല്ലാഹുവേ, അവരുടെ ശരീരത്തിൽ വല്ല മാരകമായ രോഗത്തിൻ്റെ വല്ല അണുക്കളുമുണ്ടെങ്കിൽ അല്ലാഹുവേ, മാസങ്ങളിൽ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും റഹ്മാനേ, പരിഹരിക്കപ്പെടാൻ കഴിയാത്ത രോഗങ്ങളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങളെ ഏറ്റെടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട്, മാസത്തിൽ മുതഅല്ലിമീങ്ങൾക്ക് ഈ കൊടുക്കുന്ന ഈ ഹദിയയുടെ ബർക്കത്ത് കൊണ്ടല്ലാ, അത്തരം രോഗങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. രക്ഷിക്കണേ അല്ലാ. നീ രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെയും അവരെയൊക്കെ രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെയോ അവരുടെയോ ശരീരത്തിൽ അതിൻ്റെ വല്ല അണുക്കളും ഇനി ബാക്കിയുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ കരിച്ചു കളയണേ അല്ലാ. ഈ മാസത്തിൻ്റെ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, റഹ്ബാരേ, കിഡ്നിക്ക് പ്രയാസമുള്ളവരുണ്ടല്ലാ. റഹ്ബാരേ, കിഡ്നി വീക്കായവരുണ്ടല്ലാ, ഫെയിലായവരുണ്ടല്ലാ. റബ്ബേ, മാസത്തിൽ പലതവണ പോയി ഡയാലിസിന് വിധേയരാകുന്നവരുണ്ടല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങൾക്കൊന്നും അങ്ങനത്തൊരു പ്രയാസം തരല്ല അല്ലാ. ഞങ്ങളുപ്പമാർക്ക്, ഉമ്മമാർക്ക്, ഭാര്യ സന്താനങ്ങൾക്ക്, ശിഷ്യന്മാർക്ക്, ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ച ഒരാളെയും അത്തരം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. പരീക്ഷിക്കല്ല റഹ്മാനേ, പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ.
അല്ലാഹുവേ, മിനിഞ്ഞാന്നാണ് ഞങ്ങളുടെ പ്രിയ സഹോദരനും നേതാവുമായ മണമ്പള്ളി ഉസ്താദിൻ്റെ ഭാര്യയുടെ സഹോദരൻ അല്ലാഹുവേ അപകടത്തിൽ മരണപ്പെട്ടു പോയി. അല്ലാഹ്, ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളൊക്കെ നിത്യവും യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, അപകടങ്ങളാണ്. അല്ലാഹുവേ, അപകട മരണങ്ങളാണ് കാണുന്നത്. പടച്ച റബ്ബേ, സ്വന്തം മകളുടെ നിക്കാഹിന് ക്ഷണിക്കാൻ പോയ ഉപ്പയും മോയും കാറടിച്ച് മരണപ്പെടുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്. അല്ലാഹ് റഹ്മാനേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ അങ്ങനെ തീരുമാനമെടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ മാസത്തിൻ്റെ, ദിവസത്തിൻ്റെ, സദസ്സിൻ്റെ, സദഖയുടെ ബർക്കത്ത് കൊണ്ടല്ല അത്തരം അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ജനാസ വീട്ടിലേക്ക് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവരുന്നൊരവസ്ഥ വരുത്തല്ലല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട പലരും ഗൾഫിലാണ്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാണാൻ കൊതിക്കുന്നവരാണ്. അവരെ കാണാൻ ഞങ്ങളും കൊതിക്കുന്നവരാണ്. അല്ലാഹുവേ, അവിടെ വരവും കാത്തിരിക്കുന്ന ഞങ്ങളിലേക്ക് അല്ലാ അവരെ ജനാസ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവരുന്നൊരവസ്ഥ വരുത്തല്ല അല്ലാ, വരുത്തല്ല റബ്ബേ. ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത്തരമൊരവസ്ഥയൊന്നും തരല്ല അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ ഇന്ന് ദുഃഖകരമായൊരു വാർത്ത അങ്ങോട്ടും കേൾപ്പിക്കല്ലല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പരലോകം ധന്യമാക്കണേ അല്ലാ. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ, പുണ്യ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ നരകത്തിന് മോചിപ്പിക്കുമ്പോൾ സാധുക്കളാ ഞങ്ങളെ നരകമോചനത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിൽ ഞങ്ങളെ കിടത്തണേ അല്ലാ. ചോദിക്കാൻ കയ്യിലൊന്നുമില്ല അല്ലാ, സ്വർഗം ചോദിക്കാൻ ഒന്നുമില്ല അല്ലാ. നിന്റെ മഹല്ല ഫള് കൊണ്ടല്ലാ നീ സ്വർഗത്തിൽ കിടത്തണേ അല്ലാ. അല്ലാഹുവേ, നരകത്തിൽ ഏറെയും സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, ആ പെണ്ണുങ്ങളിൽ ഈ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടി ഒരു പെണ്ണെയും പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉൾപ്പെടുത്തല്ലല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട, ഞങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ പെടുത്തല്ലല്ലാ. ഞങ്ങളെ പെൺമക്കളെ പെടുത്തല്ലല്ലാ. പെങ്ങന്മാരെ പെടുത്തല്ലല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊരു സഹോദരിയെയും നരകത്തിൽ കിടത്തല്ലല്ലാ. ഇവർ നൽകുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് നരകത്തിന് തൊട്ട് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ അറഫയാണ്. ലക്ഷക്കണക്കിന് ഹാജിമാർ പുണ്യ അറഫയിലേക്ക് പോകുന്ന ദിവസമാണ്. അല്ലാഹുവേ, ഹജ്ജിൻ്റെ ദിവസം അടുക്കുമ്പോൾ ഹാജിമാരൊക്കെ ഹജ്ജിലേക്ക് പോകുന്ന വാർത്ത കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ അല്ലാ ഞങ്ങളെ മനസ്സ് കൊതിക്കുന്നു. ആ രംഗം മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നല്ലാ. അറഫയിൽ പോയി നട്ടുച്ച നേരത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്ന ധന്യമുഹൂർത്തം അള്ളാഹുവേ, ഞങ്ങൾക്ക് ഇനിയും ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളാ പുണ്യഭൂമിയിലേക്ക് എത്തിക്കണേ അല്ലാ. പുണ്യമക്കയിലേക്ക് എത്തിക്കണേ അല്ലാ. പുണ്യമദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ എളുപ്പമാക്കണേ അല്ലാ. തടസ്സങ്ങളൊക്കെ നീക്കണേ അല്ലാ. എന്താണോ റബ്ബേ തടസ്സമെങ്കിൽ നിനക്കത് നിഷ്പ്രയാസം നീക്കാൻ കഴിയുമല്ലോ. നീ എളുപ്പമാക്കണേ അല്ലാ. എളുപ്പമാക്കണേ അല്ലാ. ഈ ക്ലാസ്സിന് വന്ന എല്ലാവരെയും അങ്ങോട്ട് എത്തിക്കണേ അല്ലാ. എത്തിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആ പുണ്യഭൂമി ഒന്ന് വീണ്ടും വീണ്ടും കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദുആന സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ചോദിക്കണമെന്നുണ്ട്. ഖൈറ് മുഴുവൻ നൽകണേ അല്ലാ. ഷർറുകളൊക്കെ തട്ടി നീക്കണേ അല്ലാ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു ജമീഅൽ അംബിയാ വസല്ലം. നാളെ ഞങ്ങളുടെ അറഫ ദിവസത്തിൽ ദുആ ചെയ്യുമ്പോൾ സാധുവായ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും കുടുംബങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത്